ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആദർശ് നയന എന്ത് ചെയ്താലും ഇപ്പോഴും അതിൻ്റെ ഒരു കുറ്റമൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട് കേട്ടോ. മുത്തശ്ശനെ വിളിച്ച് മുത്തശ്ശനോട് ഭക്ഷണം കഴിച്ചോ തന്നെ കാത്തിരിക്കേണ്ടെന്ന് പറഞ്ഞ നയനയെക്കുറിച്ചുള്ള കാര്യങ്ങൾ മുത്തശ്ശൻ പറയുന്നത് കേട്ടപ്പോൾ മുത്തശ്ശനെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടാണ് നയനെ അത് ചെയ്യുന്നതെന്നാണ് ആദർശ് ചിന്തിച്ചത്. ആദർശ് എന്നിട്ട് അങ്ങനെ ചിന്തിക്കുകയും ചെയ്തു. എന്തായാലും കൊള്ളാം എന്നും പറഞ്ഞു. അങ്ങനെ ആദർശ് നേരെ നയനയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് തുടങ്ങുന്നു. അങ്ങനെ ആദർശ് നയനയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുന്ന സമയത്ത് ഇവിടെ മുത്തശ്ശൻ വളരെ സന്തോഷത്തിലാണ്. അവർ രണ്ടുപേരും ഒന്ന് ഒരുമിച്ചായിരിക്കുമല്ലോ. അതുപോലെ തന്നെ ആ രണ്ടുപേരും ഭക്ഷണം കഴിക്കുകയും കാര്യങ്ങളും ഒക്കെ സന്തോഷകരമായിട്ട് തന്നെ നടക്കുമല്ലോ. അപ്പോൾ ആ ഒരുത് അങ്ങനെ അവർ സന്തോഷിക്കട്ടെ എന്ന് മുത്തശ്ശൻ ചിന്തിക്കുന്നു. അതിനുശേഷം മുത്തശ്ശനാണെന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് എല്ലാവരോടുമായിട്ട് കാര്യങ്ങൾ പറയുക. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാനിരിക്കുമായിരുന്നു. അപ്പോൾ മുത്തശ്ശനും കഴിക്കാനായിട്ട് ഇരിക്കുന്നു. അപ്പോൾ മുത്തശ്ശൻ അവിടെ ചെന്നിട്ട് പറഞ്ഞു, ആരും നയനയെയും അല്ലെങ്കിൽ ആദർശിനെയും ഇന്നത്തെ ദിവസം കാത്തിരിക്കേണ്ട, അവർ താമസിച്ചേ വരുള്ളൂ എന്ന്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചപ്പം മോള് വിളിച്ചായിരുന്നു, മോള് രാത്രിയായിട്ടേ വരുള്ളൂ, ചെയ്ത വർക്കൊക്കെ പൂർത്തീകരിക്കാനുണ്ട്, അതുകൊണ്ട് മോള് താമസിച്ചേ വരുള്ളൂ. അപ്പോൾ ആദർശ് അവളുടെ വീട്ടിലേക്ക് പോകും, അവിടെ ചെന്ന് നയനമോളെ കൂട്ടിക്കൊണ്ടേ ഇങ്ങോട്ട് വരികയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ദേവയാനി പറഞ്ഞു, എന്നാലും അവനത് എന്നോട് വിളിച്ചു പറഞ്ഞില്ലല്ലോ എന്ന്. അവൻ എന്നോട് വിളിച്ചു പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടാണ് അവൻ അങ്ങോട്ടേക്ക് പോകുന്നതെന്നും ഇനി നീ അതൊരു പ്രശ്നമായിട്ട് എടുക്കണ്ട എന്നുള്ള കാര്യങ്ങൾ മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞപ്പം ഞാൻ പ്രശ്നമായിട്ട് എടുക്കുന്നൊന്നും അല്ല അച്ഛാന്ന് പറഞ്ഞു. എന്തായാലും എന്നോട് പറഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു ഇതിങ്ങനെ ഇരിക്കുമ്പം പറയേണ്ട കാര്യങ്ങൾ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് മുത്തശ്ശൻ അങ്ങോട്ടേക്ക് പോവുക. ഇതേ സമയത്ത് ദേവയാനിക്കാണെങ്കിൽ ആകെ ഒരു വിഷമം പോലെ. അപ്പം മുത്തശ്ശി ചോദിച്ചു, നിനക്കെന്താ പറ്റിയത്? നിൻ്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? എന്താ നിൻ്റെ മോൻ പോയത് നിനക്ക് ഇഷ്ടമായിട്ടില്ലേ? അപ്പം നീ പറഞ്ഞതും ചെയ്തതൊക്കെ വെറുതെ ആണോ എന്ന് ചോദിച്ചപ്പം ഒരിക്കലും അല്ലമ്മേ, അവൻ പോയതിലോ അല്ലെങ്കിൽ അവൻ ഇതാക്കിയതിലൊന്നും എനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷേ അവനൊന്ന് പറഞ്ഞിട്ട് പോകാമായിരുന്നു. അതവൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. അവൻ ഭാര്യ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും അവനെ തടയില്ല, അവനെ പിടിച്ച് നിർത്തുകയില്ല. അങ്ങനെയുള്ളപ്പോൾ അവൻ എന്നോടൊന്ന് പറഞ്ഞിട്ട് പോകേണ്ടത് ആ മര്യാദയായിരുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും നമ്മുടെ ജലജ കയറി പറഞ്ഞു, അതെ ഏട്ടത്തി പറഞ്ഞു, എന്തായാലും ശരിയാ, പറഞ്ഞിട്ട് പോവേണ്ടത് അവൻ്റെ ഒരു മര്യാദയായിരുന്നു എന്ന്. അപ്പോൾ അങ്ങനെ ആ ഒരു മര്യാദയുടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നിങ്ങൾ രണ്ടുപേരും മര്യാദകൾ എപ്പോഴും പാലിച്ചുകൊണ്ടാണോ ഇരിക്കുന്നതെന്ന് ജലജയോട് മുത്തശ്ശി ചോദിക്കുക. നീയായിട്ട് ഇനി അവരുടെ മനസ്സിലേക്ക് കനൽ കോരിയിടണ്ട. എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടായി കാണും, വിളിച്ചു പറയാൻ പാടില്ലാത്തതായിട്ട്, അപ്പം അങ്ങനെ സംഭവിച്ചതായിരിക്കും എന്നും പറഞ്ഞു. അങ്ങനെ ഇവരെല്ലാവരും കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. അന്നേരവും അനി ഭക്ഷണം കഴിക്കാൻ വന്നില്ല. അപ്പം അനി എന്തുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാൻ വരാത്തതെന്ന് ചോദിച്ചപ്പം അനി ഇപ്പോഴോ സ്വപ്നലോകത്ത് തന്നെയാണ്. അടുത്ത അബദ്ധം അവനാണ് പറ്റാൻ പോകുന്നത്, അബദ്ധം പറ്റാതിരുന്നാൽ നല്ലതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജി ഇങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ മോന് അബദ്ധം പറ്റാനൊന്നും ഇല്ലെന്നും പറഞ്ഞ് അങ്ങനെ നേരത്തേക്ക് നമ്മുടെ ജാനകി അന്നേരം പറഞ്ഞു. എന്നിട്ട് ജാനകി അനിയെ വിളിക്കാനായിട്ട് പോകും മുത്തശ്ശി പറഞ്ഞനുസരിച്ച്. റൂമിൽ ചെന്നപ്പോൾ അനിയാണെങ്കിൽ തല പുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുക അനാമിക പറഞ്ഞതിനെപ്പറ്റി. ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ നന്ദു എന്നൊരു പേരും എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നന്ദു എന്നുള്ള ആ ഒരു അശരീരി ഏത് നേരം വരുന്നുമുണ്ട്. ഇതിൻ്റെ ഇടയിൽ അനാമികയോട് ഇനി എന്ത് മറുപടി പറയും എന്നുള്ളൊരു ചിന്തയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്ത് ചെയ്യും, ഇനി അങ്ങോട്ട് എന്താ പോകാൻ വഴി, അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് എന്താ ഞാൻ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ച് ആ ഒരു ഇതിൽ അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്ത് ചെയ്യണമെന്ന് ഇവർക്ക് രണ്ടു പേർക്കും ഒരു ഇതുമില്ല. അപ്പോൾ നമ്മുടെ അനി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്. അമ്മ കയറി ചെന്നിട്ട്, മോനെ നീ എന്താ ഭക്ഷണം കഴിക്കാൻ വരാത്തതെന്ന് ചോദിച്ചു. എനിക്ക് വിശക്കുന്നില്ല, ഇപ്പം എനിക്ക് ഭക്ഷണം വേണ്ട, എനിക്ക് വേണ്ടപ്പോൾ ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു. ഈ വീട്ടിലെ എല്ലാവരുടെയും ശീലങ്ങൾ മൊത്തത്തിൽ മാറി നിൽക്കുകയാണെന്നും എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ നേരം ജാനകി പറയുക. അതെന്തിനാ അമ്മ ഇപ്പം എൻ്റെ അടുത്ത് വന്ന് പറയുന്നേ? നിൻ്റെ കാര്യം അങ്ങനെ ആയതുകൊണ്ട് ഏത് നേരം ആ പെങ്കൊച്ചിനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? ഏത് പെങ്കൊച്ചിനെ? ആ അനാമികെ. അതുകൊണ്ടാണല്ലോ നീ ഇപ്പോൾ പല കാര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നതും പിന്മാറുന്നതും ഒക്കെ. അങ്ങനെ അനാമികയെ വിചാരിച്ചൊന്നിരിക്കുന്ന ആളൊന്നും അല്ല ഞാൻ. അമ്മ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ നിൻ്റെ പ്രവൃത്തികളും നിൻ്റെ സംസാരവും തമ്മിൽ രാപകൽ വ്യത്യാസമാണല്ലോ, ഞാൻ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും അനാമികയെ സ്വപ്നം കാണുന്നതൊക്കെ കാണുകയോ കാണാതിരിക്കുകയോ ഒക്കെ ചെയ്തോ, പക്ഷേ നീ ഭക്ഷണം കഴിക്കാൻ വരണം. എല്ലാവരും നിന്നെ അവിടെ കാത്തിരിക്കുക, നീ വേഗം വരാൻ പറഞ്ഞു. അങ്ങനെ ജാനകി വിളിക്കുക. അപ്പോൾ എനിക്ക് വിശപ്പില്ലമ്മയെന്ന് പറഞ്ഞപ്പം ഇത് ഞാൻ താഴെ ചെന്ന് പറയട്ടെ എന്ന് ചോദിച്ചു. വേണ്ട ഞാൻ വരാം എന്നും പറഞ്ഞ് അനി കഴിക്കാൻ ചെല്ലുന്നു. ഇതേ സമയം നമ്മുടെ നയനമോൾ അവിടെ എല്ലാവർക്കും സന്തോഷം കൊടുത്തുകൊണ്ടിരിക്കുക. വീട്ടിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് അതുപോലെ ബാക്കി ടച്ചപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ അച്ഛനാണെന്നുണ്ടെങ്കിൽ അങ്ങ് കടയിലേക്ക് പോകാനായിട്ട് തുടങ്ങുന്നു. പിന്നെ രാത്രി ആയാലും തീരില്ലെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. പിന്നെ മോള് തീരുന്നൊന്നും കാത്തു നിൽക്കണ്ട, മോള് വീട്ടിലേക്ക് പോയിക്കോളാനൊക്കെ പറയാം.
അപ്പോൾ അങ്ങനെ അച്ഛൻ കടയിൽ പോയി എല്ലാം ശരിയാക്കി വെച്ചൊക്കെ വന്നോളാം, അപ്പോൾ ഓർഡർ കൊടുക്കുന്ന ആ ഒരു സമയം വരെ വളരെ കെയർഫുള്ളായിട്ടിരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ ഇവർ സംസാരിച്ചു. എന്നിട്ട് അച്ഛനെ ഇവർ യാത്രയാക്കി. അപ്പോൾ ഗോവിന്ദേട്ടൻ കടയിലോട്ട് പോയി. അദ്ദേഹം ആണെങ്കിൽ കടയിലേക്ക് പോയി കഴിഞ്ഞപ്പോഴും നമ്മുടെ നയനെ അവിടെ ഇരുന്നിങ്ങനെ ഇതിന് ബാക്കി പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും അമ്മായിമ്മ ഇന്നിനി ചെല്ലുമ്പോൾ ഭൂകമ്പം വല്ലതും ഉണ്ടാക്കുമോ എന്ന് നന്ദു ചോദിച്ചു. ഇപ്പം തൽക്കാലം വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെയാണ് മുന്നോട്ട് പോകുന്നത്, പക്ഷേ അത് എത്ര നാൾ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം തനിക്ക് അറിയില്ല എന്ന് നയനെ അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു. മോളെ, നീ അതൊന്നും കാര്യമാക്കണ്ട. ഇപ്പം എന്തായാലും നിൻ്റെ അമ്മായിമ്മയ്ക്ക് നിന്നോട് സ്നേഹമാണല്ലോ, ആ സ്നേഹം പോകാതെ ചേർത്ത് പിടിക്കാൻ എൻ്റെ മോൾക്കറിയാമല്ലോ. എൻ്റെ മോൾ അങ്ങനെ ചെയ്താൽ മതി, പിന്നെ ഒരു കുഴപ്പങ്ങളും ഉണ്ടാവില്ല എന്നും പറഞ്ഞ് അമ്മ ഇങ്ങനെ പറയണം. അപ്പം അമ്മ അത് പറഞ്ഞു കഴിഞ്ഞപ്പം എന്നാൽ കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ടമ്മേ, എന്നാൽ കഴിയുന്ന രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനും ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിലും അപ്പുറം പ്രശ്നങ്ങൾ ഉണ്ടായാൽ എനിക്ക് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ ഇപ്പോൾ മുത്തശ്ശനും ആദർശേട്ടനും ഒക്കെ അമ്മയ്ക്ക് കുഴപ്പമില്ലാത്തത് കൊണ്ട് എന്നെ സ്നേഹിക്കുന്നുണ്ട്. മുത്തശ്ശൻ്റെ കാര്യം പണ്ടേ തൊട്ട് അവർക്ക് അറിയാം. ആദർശേട്ടൻ അമ്മയ്ക്ക് കുഴപ്പമില്ലാത്തത് കൊണ്ട് ഇപ്പം എന്നെ സ്നേഹിക്കുന്നുണ്ട്. മുത്തശ്ശനെ പേടിച്ചിട്ടാണെന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പം എന്തായാലും ദേവയാനി അങ്ങനെ മാറുമെന്നൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ലെന്നുള്ള കാര്യം നമ്മുടെ നയനി ഇങ്ങനെ ഇവിടെ പറയുന്നു. അപ്പം നയനി ഇങ്ങനെ ഈ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടുമുറ്റത്തേക്ക് ഒരു കാറ് വരുന്നത്. കാറിൻ്റെ ശബ്ദം കേട്ട് ഇപ്പം ആരാ ഈ സമയത്ത് ഇങ്ങോട്ട് വരാൻ ഇവരിങ്ങനെ നോക്കുന്ന സമയം ദേ നമ്മുടെ ആദർശ് യാതൊരു ഭയവുമില്ലാതെ ഒരു പേടിയുമില്ലാതെ ഒരു പുഞ്ചിരിയോടെ വീടിനകത്തേക്ക് കയറി വരുന്നു. അങ്ങനെ കയറി വരുന്ന ആദർശിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയന ഞെട്ടിപ്പോയി. ഒട്ടും പ്രതീക്ഷിച്ചില്ല ആദർശേട്ടൻ ഇങ്ങോട്ട് വരുമെന്ന്. ആദർശേട്ടൻ എന്താ നേരെ ഇങ്ങ് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ നീ എന്നെ വിളിച്ചു പറഞ്ഞില്ലല്ലോ, മുത്തശ്ശനെ വിളിച്ചല്ലേ പറഞ്ഞത്. അപ്പോൾ മുത്തശ്ശൻ എന്നോട് പറഞ്ഞു നിന്നെ പോയി കൂട്ടിക്കൊണ്ട് വരാൻ, അതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചല്ല ആദർശേട്ടാ, മുത്തശ്ശൻ മരുന്നൊക്കെ കഴിക്കുന്നതല്ലേ, അല്ലെങ്കിൽ മുത്തശ്ശൻ നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുമല്ലോ, അപ്പോൾ മുത്തശ്ശൻ ഭക്ഷണമൊക്കെ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചാൽ ഞാൻ. ആ മനസ്സിലായി, അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ആദർശ് പറഞ്ഞു. ആദർശ് മോൻ ഇരിക്കും, ഞാൻ കുടിക്കാൻ എടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് അമ്മ കുടിക്കാൻ വെള്ളം എടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോയി. പിന്നെ ആ പ്രതിമയും കാര്യങ്ങളൊക്കെ നോക്കി. ആദർശൻ ഇത് നോക്കിക്കേ, എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിലൊന്ന് പറഞ്ഞേന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നയനിങ്ങനെ ആ പ്രതിമകൾ കാണിച്ചു കൊടുക്കുന്നു. ആദർശ് എന്ന് തൂത്തും തലോടിയൊക്കെ ആ പ്രതിമകൾ ഇങ്ങനെ നോക്കുന്നു. ആ പ്രതിമയൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ആദർശന് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏതായാലും നീ ചെയ്തതല്ലേ, മോശം വരത്തില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നന്ദു അടുത്ത് നിൽക്കല്ലേ. ആദർശേട്ടാ ഇതെന്താ ഇത്, ചേച്ചി ചെയ്തൊരു കാര്യം അടിപൊളിയാണെന്ന് ആദർശേട്ടൻ പറയുന്നു, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞു നന്ദു. അപ്പോൾ അത് ഇപ്പോഴാണെങ്കിലും എപ്പോഴാണെങ്കിലും നല്ലത് കണ്ടാൽ നല്ലതാണെന്ന് ആദർശേട്ടൻ പറയും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന ആദർശിനെ സപ്പോർട്ട് ചെയ്ത് അവിടെ നിന്ന് ഇങ്ങനെ പറയുക. അങ്ങനെ അവർ തമ്മിലുള്ള സംസാരം അവിടെ ഇങ്ങനെ നടക്കുന്നു. ഇതേ സമയത്താണ് നമ്മുടെ ഗോവിന്ദേട്ടൻ അവിടെ കടയിലേക്ക് ചെല്ലുന്നത്. കടയിൽ ചെന്നു പണിക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ കട തുറന്നു, ആ ഒരു പ്രതിമകളും കാര്യങ്ങളും എല്ലാം എടുത്ത് ഇങ്ങനെ വെച്ചേക്കുന്നു. എല്ലാം നോക്കിയും അതിൻ്റേതായ ഇതൊക്കെ ചെയ്യുവാണ് അദ്ദേഹം. അപ്പോഴാണ് കുറച്ച് പേര് കടയിലേക്ക് ഇടിച്ചു കയറി വരുന്നത്. ഇടിച്ചു കയറി വന്നിട്ട് പ്രതിമയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. എന്നിട്ട് ഒരുമാതിരി വയലൻ്റായിട്ട് പെരുമാറുന്നു. അതുപോലെ തന്നെ ഓരോന്ന് നശിപ്പിക്കാനുള്ള ടെൻഡൻസിയൊക്കെ കാണിക്കുന്നത്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇറങ്ങ്, ഈ രാത്രി ഈ കടയിൽ വന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കരുത്, നിങ്ങളിപ്പോൾ ഇതൊക്കെ സെയിലിന് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്, ഇതൊന്നും നിങ്ങൾക്ക് തരാൻ പറ്റുന്നതല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. നീ ഞങ്ങൾക്ക് പ്രതിമ തരില്ലെന്ന് പറഞ്ഞുകൂടാ, നീ ഈ പ്രതിമ വിൽക്കുന്നത് കാണണല്ലോടാന്നും പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യനെ അവിടെ ഇട്ട് അടിച്ചു പരുവാക്കുക. എന്നിട്ട് ഇവന്മാർ ഇതും എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഇതൊന്നും അറിയുന്നില്ല, ഇവിടെ വീട്ടിലുള്ളവർ അറിയുന്നില്ല. അപ്പോൾ ആദർശിനെ സ്വീകരിച്ച് ആദർശുമായിട്ട് സന്തോഷത്തോടു കൂടിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ആദർശേട്ടൻ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞ് നയനെ അങ്ങ് പോകാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്നൊരു കോള് വന്നു. ആ കോള് വിളിച്ചത് കടയിൽ നിന്ന് നമ്മുടെ ഗോവിന്ദേട്ടൻ്റെ സഹായിയായ ചെറുക്കനായിരുന്നു. അങ്ങനെ വിളിച്ചു, ഈ കടയിലെ കാര്യങ്ങൾ പറഞ്ഞു. വേഗം തന്നെ നയന ഈ കാര്യം ഇവിടെ അവതരിപ്പിച്ച് ഇവരെല്ലാവരും കൂടി അങ്ങോട്ടേക്ക് പോകുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദേട്ടൻ ഇങ്ങനെ തളർന്ന് അടി കൊണ്ട് വീണ് അവിടെ കിടക്കുക. പിന്നെ ഇവർ ഓടിച്ചെന്ന് വാരിയെടുത്തു. അപ്പോൾ എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കുമെന്നുള്ളൊരു സിറ്റുവേഷനിലൂടെ കാര്യങ്ങൾ പോകുന്നു. എന്തായാലും അവിടെ ഇരുന്ന പ്രതിമകളൊന്നും കാണുന്നില്ല. അപ്പോൾ പ്രതിമകൾ എവിടെ പോയി, അതൊരു ചോദ്യമാണ്. പ്രതിമകൾ എവിടെ പോയി, പ്രതിമകൾ അവിടെയൊന്നും കാണുന്നില്ല. നാളെ രാവിലെ കൊടുക്കേണ്ട സാധനമാണ്. നനയ്ക്കാകെ ടെൻഷനായി, ആകെ വെപ്രാളം കയറി ഇങ്ങനെ ഇരിക്കുക. ഇതേ സമയത്ത് ഈ ജലജയാണെന്നുണ്ടെങ്കിൽ ദേവയാനിയുടെ മനസ്സിലുള്ളത് അറിയാനും ദേവയാനി ചൂട് പിടിപ്പിക്കാനുമായിട്ട് ഇങ്ങനെ പിന്നാലെ അരിച്ച് നടക്കണം. അപ്പോൾ ആദർശ് ഇന്ന് ഭാര്യ വീട്ടിൽ പോയ ആദർശിനെ ശരിക്കും ദേവയാനി വെറുക്കണം. അതിന് വേണ്ടിയിട്ട് പുള്ളിക്കാരി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാലും ആദർശ് ചെയ്തത് കുറേ കടുങ്കൈയായിപ്പോയി. ഏട്ടത്തിയോട് പറയാതെ അവൻ പോയല്ലോ, അപ്പോൾ അവൻ ശരിക്കും മാറി, ഏട്ടത്തി മാറിയെന്നോർത്താണ് അവൻ അങ്ങനെ ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, അതിനുള്ള പണി പിന്നാലെ കൊടുക്കാൻ തനിക്കറിയാം എന്നുള്ളൊരു രീതിയിലാണ്
നമ്മുടെ ആദർശ് ഇങ്ങനെ നിൽക്കുന്നത്, ദേവയാനി നിൽക്കുന്നത്, ആദർശിനെ തൻ്റെ പരിധിക്ക് കൊണ്ടുവരാം എന്നുള്ളൊരിതിൽ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.